Hello friends, welcome to Insigniya English. My name is praseetha santhosh. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വേർഡ്സ് പഠിക്കലാണ്. ഒരു 50 വേർഡ്സ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോവാണ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഡെയിലി ലൈഫിലേക്ക് ആവശ്യം വരുന്ന ഒരു 50 ഇംഗ്ലീഷ് വേർഡ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേർഡ്സുകൾ എന്തായാലും ആവശ്യം വരും. അതിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ബേസിക് ആയിട്ട് വേണ്ടി വരുന്ന കുറച്ച് വാക്കുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള വീഡിയോയിൽ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവൽ വേർഡ്സ് അങ്ങനെ ഓരോ ലെവൽ വേർഡ്സുകളായിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒരു 3-4 വീഡിയോസ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. റീഡ് വായിക്കുക, സ്റ്റഡി പഠിക്കുക, റൈറ്റ് എഴുതുക, ബൈ വാങ്ങിക്കുക, സെൽ വിൽക്കുക, പ്ലേ കളിക്കുക, കംപ്ലീറ്റ് പൂർത്തിയാക്കുക, ടേക്ക് എടുക്കുക, ഗീവ് നൽകുക, പുട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഇടുക. വാച്ച് കാണുക. അത് കുറേ നേരം എന്തെങ്കിലും നോക്കിയിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും വാച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ. സേ പറയുക, ടോക്ക് സംസാരിക്കുക, ടെൽ പറയുക, ഗോ പോകുക, റീച്ച് എത്തിച്ചേരുക, കം വരുക, വാക്ക് നടക്കുക, ഹെൽപ്പ് സഹായിക്കുക, ലേൺ പഠിക്കുക. ഗെറ്റ് കിട്ടുക, റൺ ഓടുക, സ്പീക്ക് സംസാരിക്കുക, നോ അറിയുക, കീപ്പ് സൂക്ഷിക്കുക, ലീവ് വിട്ടുപോകുക അല്ലെങ്കിൽ പോകുക അല്ലെങ്കിൽ ലീവ് എടുക്കുക അവധി എടുക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ബിഗിൻ ആരംഭിക്കുക, പേ പണം നൽകുക, ഫോളോ പിന്തുടരുക, മീറ്റ് കണ്ടുമുട്ടുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബിൽഡ് പണിയുക, സെൻഡ് അയയ്ക്കുക, ഡു ചെയ്യുക, ഇൻവൈറ്റ് ക്ഷണിക്കുക, ഇൻഫോം അറിയിക്കുക, ടിയർ കീറുക, സ്ലീപ്പ് ഉറങ്ങുക, ഹിയർ കേൾക്കുക. ഈറ്റ് കഴിക്കുക, ഗ്രോ വളരുക, ഹേർട്ട് വേദനിപ്പിക്കുക അല്ലെങ്കിൽ വേദനിക്കുക, വ്രണപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. സ്പെൻഡ് ചിലവഴിക്കുക, കോൾ വിളിക്കുക, ഡ്രിങ്ക് കുടിക്കുക, മിസ്റ്റേക്ക് തെറ്റുപറ്റുക, ബ്രിങ് കൊണ്ടുവരിക, ഹോൾഡ് പിടിക്കുക, തിങ്ക് ചിന്തിക്കുക. ഇതെല്ലാമാണ് കുറച്ച് വേർഡ്സ് ആണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ കയ്യിലൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 50 എണ്ണം വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. അല്ലാതെ എനിക്ക് വായിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാം, ഒരാൾ വായിക്കുക എന്ന് പറയുമ്പോൾ വായിക്കുക എന്ന് കിട്ടുന്ന രീതിയിലല്ല, കുറച്ചും കൂടി നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഈ വേർഡുകളൊക്കെ വരുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഇനി കുറച്ച് ഓക്സിലറീസിൻ്റെ മീനിങ് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളുടെ അതായത് ഈ ഓക്സിലറീസിൻ്റെ ഒക്കെ അർത്ഥം അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈസ്, ആർ, ആം ഇതിൻ്റെ അർത്ഥം ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളതാണ് കേട്ടോ. വാസ്, വേർ ആയിരുന്നു എന്നുള്ളതാണ് അർത്ഥം. ഹാസ്, ഹാവ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഹാഡ് ഉണ്ടായിരുന്നു.